മുഹമ്മദ് അൻവർ, ഇപ്പോൾ ഇവിടെ വീണ്ടും ഈ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വീഴ്ചകൾ സംബന്ധിച്ച് വീണ്ടും പരാതികൾ ഉയരുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒടുവിൽ സംസാരിച്ച ശ്രീ അലക്സ് ഒഴുകിയിലടക്കം അദ്ദേഹവുമായി സംസാരിക്കുന്ന ഒരു ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, നമ്മൾ അദ്ദേഹത്തിലേക്ക് എത്തും. അപ്പോൾ അദ്ദേഹം അടക്കം ഇത്തരത്തിൽ ഈ വനം വകുപ്പിനെ സംഭവിക്കുന്ന വീഴ്ചകളൊക്കെ എണ്ണി പറയുന്നുണ്ട്. മറ്റൊന്ന്, എന്തുകൊണ്ട് ഇങ്ങനെ വന്യജീവി ആക്രമണം വർദ്ധിക്കുന്നു, വന്യജീവികൾ ഇങ്ങനെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നു, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ടല്ലോ. വനംവകുപ്പ് ഇതിനൊക്കെ എന്തു മറുപടി പറയും ശ്രീ മുഹമ്മദ് അൻവർ? ആദ്യമായി ജനാവാസ മേഖലകളിലേക്ക് വന്യജീവികൾ അധികമായി ഇറങ്ങുന്നു എന്നുള്ളതിന് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ ഈ ന്യൂസിൽ കാണുന്ന കണക്കുകൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിലൊക്കെ 100-ന് മേളിൽ ഓരോ വർഷവും മരണങ്ങൾ സംഭവിച്ചതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. അതിൽ ഏകദേശം 70-80% ജനവാസ മേഖലകളിൽ തന്നെ പാമ്പ് കടിയേറ്റ് മരിച്ച കണക്കുകളാണത്. ആക്ച്വലി ആനയുടെ മുന്നിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിലോ അല്ലെങ്കിൽ കടുവയുടെ ആക്രമണത്തിലോ മരണപ്പെട്ടതല്ല. അതൊന്നും ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി സംഭവിച്ചതുമല്ല. കഴിഞ്ഞ വർഷം ആനയുടെ ആക്രമണത്തിൽ 19 പേരാണ് മരണപ്പെട്ടത്. അതിൽ 13 സംഭവങ്ങളും നടന്നിരിക്കുന്നത് വനത്തിനുള്ളിലാണ്, ഉൾവനത്തിലാണ്. തേനെടുക്കുന്നതിനും അതുപോലെ കുന്തിരിക്കം പോലുള്ള വനവിഭവങ്ങൾ അല്ലെങ്കിൽ മലച്ചരക്കുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി വനത്തിനുള്ളിലേക്ക് പോകാൻ നിയമപരമായ അധികാരവും അവകാശവും നൽകപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട ആദിവാസി സഹോദരങ്ങൾ ഇത്തരത്തിൽ വനത്തിനുള്ളിൽ ടെൻറ്റ് കെട്ടി താമസിക്കുകയും മലഞ്ചരക്ക് അല്ലെങ്കിൽ വനവിഭവങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നതിനിടയിൽ പറ്റിയിരിക്കുന്ന വളരെ ദൗർഭാഗ്യകരമായ അപകടങ്ങളിലാണ് ഇത്തരത്തിൽ 13 ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആദിവാസി സഹോദരങ്ങൾക്കാണ് കൂടുതലും ഇത്തരത്തിൽ അപകടങ്ങൾ അടുത്ത കാലങ്ങളിലായി പറ്റിയിരിക്കുന്നത്. ഈ വർഷവും 5 പേര് കാട്ടാനയുടെ മുന്നിൽപ്പെട്ട് മരണപ്പെട്ടതിൽ 4 സംഭവങ്ങളും വനത്തിനുള്ളിലാണ് സംഭവിച്ചത്. 3 പേരും ആദിവാസി സഹോദരങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ കണക്കുകൾ 100, 120, 130 എന്നൊക്കെ പറയുന്നതിൽ ഏകദേശം 70-80% വനത്തിന് പുറത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്ന സംഭവങ്ങളാണ്. അത് സംഭവിക്കുന്നത് ഒരു വന്യജീവി ആക്രമണം എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വനം വകുപ്പ് അത് ഷെഡ്യൂൾഡ് ആണ്. വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ജീവികളാണ്. വനം വകുപ്പ് അത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾക്ക് നഷ്ടപരിഹാരം, ഒരിക്കലും നഷ്ടപരിഹാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ തന്നെ പറ്റത്തില്ല. കാരണം മനുഷ്യജീവന് ഒരു കാരണവശാലും എത്ര വലിയ തുക കൊണ്ടും വിലയിടാൻ പറ്റത്തില്ല. എത്ര വലിയ എമൗണ്ട് കൊടുത്താലും അതിന് പരിഹാരം അല്ലെങ്കിൽ അതിന് പകരമാകത്തില്ല എന്നുള്ള സത്യം നിലനിൽക്കെ തന്നെ നമ്മൾ വനം വകുപ്പ് കൊടുക്കുന്നത് ഒരു സമാശ്വാസ ധനസഹായം എന്നുള്ള രീതിയിലാണ് ആ ഒരു തുക കൊടുക്കുന്നത്. ഒരു കാരണവശാലും അതിനൊരു നഷ്ടപരിഹാരമായി കാണാൻ പാടില്ല. പക്ഷേ കൂടുതൽ സംഭവങ്ങളും നടക്കുന്നത് വനത്തിന് പുറത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നതും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇതെല്ലാം മരണത്തിന്റെ കണക്കവിടെ നിൽക്കട്ടെ ശ്രീ മുഹമ്മദ് അൻവർ. പക്ഷെ അപ്പോഴും ഈ കൃഷിയിടങ്ങൾ ഉണ്ടാക്കുന്ന നാശം, ഈ ജനവാസ മേഖലയിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തത്ര ഭീതിതമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്, അതൊക്കെ നമ്മുടെ മുൻപിലുള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ ശ്രീ മുഹമ്മദ് അൻവർ. അതെ, ജനവാസ മേഖലകളിലേക്ക് വനത്തിൽ നിന്ന് വന്യജീവികൾ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വനം വകുപ്പ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വനത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ശോഷണങ്ങൾ അല്ലെങ്കിൽ ആഹാര ലഭ്യതയോ ജലലഭ്യതയോ കുറയുന്നത് കാരണമായിട്ട് ചിലപ്പോൾ വന്യജീവികൾ നാട്ടിൻപുറങ്ങളിലേക്കോ ജനവാസ മേഖലയിലേക്കോ എത്തിപ്പെട്ടേക്കാം. വനത്തിനുള്ളിൽ ചൂട് കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കാലാവസ്ഥ മാറുന്നത് കൊണ്ടോ വനത്തിൻ്റെ സ്വഭാവം മാറുന്നത് കൊണ്ടോ വന്നേക്കാം. അപ്പോൾ അത്തരം ഇഷ്യൂസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും കണ്ടെത്തുകയും ജലലഭ്യത കുറഞ്ഞ സ്ഥലങ്ങളിൽ ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. താൽക്കാലികമായി ബ്രഷ്വുഡ് ചെക്ക് ഡാമുകൾ നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ കല്ലും മണ്ണും ചുമന്നിട്ടും ചുള്ളിക്കമ്പുകളും വിറകും ചുമന്നിട്ടും അവർ തന്നെ പല ദിവസങ്ങളോളം വനത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്തിട്ട് ഇപ്പോൾ പല ഫോട്ടോസും വീഡിയോസും ഒക്കെ ധാരാളമായി ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അതായത് വനത്തിനുള്ളിൽ ദിവസങ്ങളോളം ആദിവാസികൾ താമസിക്കുന്നത് പോലെ തന്നെ താമസിച്ചിട്ട് പല സ്ഥലങ്ങളിൽ ഇത്തരം ജലലഭ്യത കുറഞ്ഞ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് അവിടെ വന്യജീവികൾക്ക് ജലത്തിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. ജനവാസ മേഖലകളിലേക്ക് വന്യജീവികൾ എത്തിപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വനത്തിൻ്റെ അതിർത്തികളിൽ ബാരിയറുകൾ തീർക്കുന്നു. വർഷങ്ങളോളം പല സ്ഥലങ്ങളിലായി നമ്മൾ തീർത്തിട്ടുള്ള ബാരിയേഴ്സ്, അതായത് പ്രധാനമായും സൗരോർജ്ജ വേലികളാണ്, അത് പലയിടത്തും ഫങ്ഷനിങ് അല്ലാതാകുന്നുണ്ട്. അപ്പോൾ പ്രദേശവാസികളും കൂടി ഒന്ന് ശ്രദ്ധ വെച്ചാൽ നല്ല രീതിയിൽ അത് മെയിൻ്റെനൻസ് നടത്തി കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. പക്ഷേ പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏകപക്ഷീയമായി തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കുകയും അതിൻ്റെ പ്രവർത്തനക്ഷമത ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടുന്ന സാഹചര്യങ്ങളാണ്. കേരളത്തിലെ ഒരു സാഹചര്യം വെച്ചിട്ട് നല്ലൊരു കാറ്റടിച്ച് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊട്ടടുത്ത് വനമാണ്, വലിയ മരങ്ങളൊക്കെ നിൽക്കും, അതിൻ്റെ ചില്ലകളൊക്കെ ഒടിഞ്ഞു വീണിട്ട് ഈ വേലികൾക്കൊക്കെ അതിൻ്റെ ലൈനിനൊക്കെ കേടുപാടുകൾ വരാം. അപ്പോൾ അതൊക്കെ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്നതിന് അത് മിഷൻ എന്നുള്ള രീതിയിൽ തന്നെ പ്രത്യേക മിഷനുകളായി നമ്മൾ 10 മിഷനുകൾ, ഒന്ന് വനത്തിനുള്ളിൽ ജലലഭ്യതയും ഭക്ഷണ ലഭ്യതയും ഉറപ്പുവരുത്താൻ വേണ്ടി മിഷൻ ഫുഡ് ഫോർ വാട്ടർ എന്ന് പറഞ്ഞിട്ട് ദിവസങ്ങളോളം നമ്മുടെ ഉദ്യോഗസ്ഥർ വനത്തിനകത്ത് താമസിക്കുകയും അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു.
അതിർത്തി വിട്ടിട്ട് ജനവാസ മേഖലകളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ വേണ്ടി, വന്യജീവികൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സൗരോർജ്ജ വേലി ഉൾപ്പെടെ അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുന്നു. ഇപ്പോൾ ഈ അടുത്ത ഫെബ്രുവരി മാർച്ച് മാസം കൊണ്ട് ഏകദേശം 1000-ഓളം കിലോമീറ്റർ പ്രവർത്തനക്ഷമമല്ലാതിരുന്നത് അല്ലെങ്കിൽ ഭാഗികമായി പ്രവർത്തനക്ഷമമായിരുന്നതൊക്കെ ഫുള്ളി പ്രവർത്തനക്ഷമമാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതി. അങ്ങനെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്.